അരവിന്ദ് കെജ്രിവാൾ വീണ്ടും നിയമത്തിന് മുന്നിലോ? തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം നിൽക്കവേ എപിക്ക് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും അരവിന്ദ് കെജ്രിവാൾ വേഴ്സസ് ഇഡി യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അതായത് വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാൻ കേന്ദ്രം കച്ചമുറുക്കി കഴിഞ്ഞു എന്ന് പറയാം. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രിയും എപി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയുള്ള ഈ നീക്കം ആം ആദ്മിയെ തകർക്കാൻ തന്നെയാണ്. കൂടാതെ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഡൽഹിയിലെ ജനങ്ങളുടെ മനം കവരാൻ കെജ്രിവാളിനായിട്ടുണ്ടെങ്കിൽ ആ പഴയ അഴിമതി കേസ് ഒന്നുകൂടി കുത്തിപ്പൊക്കിയെടുത്ത് ഓർമ്മിപ്പിക്കാമെന്നതാണ് ലക്ഷ്യം. കെജ്രിവാളിന്റെ വ്യക്തിപരമായ നിലയിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ എപിയുടെ ദേശീയ കൺവീനർ എന്ന നിലയിലും കെജ്രിവാളിനെ പ്രതിയാക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയെ ഡൽഹി എക്സൈസ് അഴിമതിയുടെ കിങ് എന്നും പ്രധാന സൂത്രധാരനും എന്നാണ് ഇഡി വിളിക്കുന്നത്. ഡൽഹി സർക്കാർ മന്ത്രിയുമായും എപി നേതാക്കളുമായും മറ്റുള്ളവരുമായും ഒത്തുകളി നടത്തിയെന്നാണ് ആരോപണം. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായ പർവേഷ് വർമ്മയ്ക്കെതിരെ എപി ചട്ടലംഘനം ആരോപിച്ച പരാതി കൊടുത്തതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് കേസെടുക്കാൻ ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ആഭ്യന്തര മന്ത്രാലയം നൽകിയതെന്ന് കൂടി ഓർക്കണം. എപി ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇന്ത്യയിലെ വ്യക്തിഗത പൗരന്മാരുടെ ഒരു അസോസിയേഷനോ ബോഡിയോ ആണ് നിർവചിച്ചിരിക്കുന്നതെന്നും അതിനാൽ തന്നെ സെക്ഷൻ 70 പ്രകാരം വിഭാവനം ചെയ്യുന്ന ഒരു തെറ്റായി ഇതിനെ വർഗീകരിക്കാമെന്നും ഇഡി നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു. PMLA കെജ്രിവാൾ പ്രസ്തുത കമ്പനിയുടെ അതായത് ആം ആദ്മി പാർട്ടിയുടെ ചുമതലയുള്ളവനും ഉത്തരവാദിയും ആയതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമപ്രകാരം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും കുറ്റവാളികളായി കണക്കാക്കപ്പെടും. കൂടാതെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുക കൂടി ചെയ്യും. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 2021-22 ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ചാണ് എക്സൈസ് കേസ് പിന്നീട് അത് റദ്ദാക്കിയത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. തുടർന്ന് ഇഡി PMLA പ്രകാരം കേസെടുത്തു. 2022 ഓഗസ്റ്റ് 17 സമർപ്പിച്ച ഒരു CBI FIRൽ കണക്കെടുത്ത് ആരോപണ വിധേയരായ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായിട്ട് ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് 2022 ഓഗസ്റ്റ് 22 ഫയൽ ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽ മോചനവുമെല്ലാം ഈ രാജ്യത്ത് അരങ്ങേറിയത്. അഴിമതിയെ ഈ രാജ്യത്ത് നിന്നും ചൂലുകൊണ്ട് അടിച്ചു കളയുക എന്ന ടാഗ് ലൈനിൽ തുടങ്ങിയ പാർട്ടി ഇപ്പോൾ അഴിമതിയുടെ മൺകൂനയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്.